നമസ്കാരം, വെൽക്കം ടു കേസ് മെൻറ്റർ. സോ ലോകം വലിയ രീതിയിൽ വീണ്ടും എന്താ പറയുക യുദ്ധത്തിലോട്ട് കടന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഡെയിലി ലൈഫിൽ ഒരുപാട് യുദ്ധങ്ങളെക്കുറിച്ച് കേൾക്കുന്നുണ്ടാവും അല്ലേ. എസ്പെഷ്യലി വെസ്റ്റ് ഏഷ്യ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ ഗാസയിൽ നടക്കുന്ന ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം മുതൽ അത് ചെങ്കടലിലോട്ട് കടക്കുന്നു. ഇപ്പോൾ നമ്മളെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നമ്മൾ 2024 കേൾക്കാൻ സാധ്യതയില്ല നിലവിലെ ഇൻ്റർനാഷണൽ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ അനുസരിച്ച് എന്ന് വിചാരിച്ച ഇറാൻ പാകിസ്ഥാൻ ഇഷ്യൂടെ വന്നിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നതും ഈ ഒരു വിഷയമാണ്. എന്തുകൊണ്ട് ഇറാൻ പാകിസ്ഥാൻ പ്രശ്നം വന്നു, എക്സാക്ട്ലി എന്താണ് നടന്നത്, ആൻഡ് ഇത് നിങ്ങളുടെ എക്സാം പെർസ്പെക്റ്റീവിൽ നിങ്ങൾക്ക് എന്ത് ഇൻപുട്ടാണ് ഈ വീഡിയോയിൽ നിന്ന് വരുന്നത്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം. എക്സാക്ട്ലി നടന്ന എന്താണ്? ഇറാൻ പാകിസ്ഥാൻ എയർബേസ് ലംഘിക്കുന്നു, തുടർന്ന് പാകിസ്ഥാൻ തിരിച്ചടിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ന്യൂസ് കേട്ട് കാണും. അപ്പോൾ എക്സാക്ട്ലി എന്താണ് ഇവിടെ സംഭവിച്ചത്? ഇറാന്റെയും പാകിസ്ഥാന്റെയും ബോർഡറിൽ ഒരു ഏരിയ ഉണ്ട്, ബലൂചിസ്ഥാൻ. അപ്പോൾ നമ്മൾ ബലൂചിസിനെ കുറിച്ചെല്ലാം നിങ്ങൾ കേട്ട് കാണും. ഇവൻ എന്താ പറയുക, നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഇന്ത്യയും പാകിസ്ഥാൻ എന്ന രണ്ട് ഡൊമീനിയൻ ആകുന്ന സമയത്ത് പാകിസ്ഥാനിലോട്ട് പോയ സിന്ധ് പ്രൊവിൻസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ബലൂച്ച് പീപ്പിൾ. അപ്പോൾ അവരെക്കുറിച്ച് നമുക്ക് പറയാം. അതിനു മുമ്പ് എക്സാക്ട്ലി നടന്ന എന്താണെന്ന് ഞാൻ ഒന്നുകൂടെ ഒന്ന് പറയാം. ജെയ്ഷെ ആദൽ എന്ന് പറയുന്ന ഒരു പാകിസ്ഥാനി ബേസ് ഗ്രൂപ്പ് ഉണ്ട്. സോ ഇറാനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇറാന്റെ റെജീമിനെ സംബന്ധിച്ചിടത്തോളം ഇവര് ഒരു മിലിറ്റന്റ് ഗ്രൂപ്പാണ്. ആൻഡ് ദേ ആർ ആക്ടിങ് അഗെയിൻസ്റ്റ് ഇൻട്രസ്റ്റ് ഓഫ് ഇറാൻ. ആ ഇൻട്രസ്റ്റ് എന്താണെന്നുള്ളത് നമുക്ക് വഴിയെ പറയാം. സോ ഇറാൻ എന്ത് ചെയ്തു? ഇറാൻ അവിടെ പോയി അവരെ അറ്റാക്ക് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ തമാശ എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യുന്നതും ഇതേ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ രാജ്യത്ത് നടന്ന ഗ്രൂപ്പിനെയാണ്. സോ ബലൂചിസ്ഥാൻ അല്ലെങ്കിൽ ബലോച്ച് ഏരിയയിൽ തന്നെയുള്ള ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അല്ലെങ്കിൽ ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട്, ഇത്തരത്തിലുള്ള പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർക്കെതിരായി പ്രവർത്തിക്കുന്ന സെപ്പറേറ്റിസ്റ്റ് ടെൻഡൻസി കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗമായ ഈ ഗ്രൂപ്പുകൾക്കെതിരെയാണ് പാക് എന്ത് ചെയ്തത്? പാകിസ്ഥാൻ ഇറാന്റെ അതിർത്തി കടന്നുകൊണ്ട് റിട്ടാലിയേറ്റ് ചെയ്തത്. സോ ഇപ്പൊ രണ്ടുപേരും വീണ്ടും ടേംസിൽ എത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവർ പറയുന്നുണ്ട് ഞങ്ങൾ രണ്ടുപേരും ക്ലോസ് അലൈസ് ആണ് ആൻഡ് തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം സംസാരിച്ച് തീർക്കും. പക്ഷെ അത്രമാത്രം ചെറുതാണോ ഈ പ്രശ്നം? അല്ലെങ്കിൽ മുസ്ലിം വേൾഡിലെ തന്നെ രണ്ട് ഇമ്പോർട്ടൻറ്റ് പവേഴ്സായ പാകിസ്ഥാനും ഒരേ ഒരു ന്യൂക്ലിയർ പവറാണ് അല്ലേ. സോ പാകിസ്ഥാനും അല്ലെങ്കിൽ ഇറാൻ, അപ്പുറത്തെ ഷിയ വിഭാഗത്തിന്റെ വലിയൊരു ഹെഡായ ഇറാനും, ഇവർ തമ്മിലുള്ള പ്രശ്നത്തിന്റെ അടിസ്ഥാനം എന്താണ്? ആൻഡ് ഈ ഒരു മേഖല എന്തുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളിലോട്ട് കടന്നു വരുന്നു നമുക്ക് നോക്കാം. സോ ഇതാണ് ഒരു ഏരിയ. 16 ജനുവരിക്ക് ഇറാൻ അറ്റാക്ക് ചെയ്യുന്നു ഇവിടെ പാകിസ്ഥാനിലെ ബലൂചിസ്ഥാൻ ഏരിയയിൽ. ആൻഡ് ബലൂചിസ്ഥാന്റെ ഇറാന്റെ ഭാഗത്തുള്ള ഏരിയ അവിടെ എന്ത് ചെയ്യുന്നു? പാകിസ്ഥാൻ 18 ജനുവരിയിൽ റിട്ടാലിയേറ്റ് ചെയ്യുന്നു. സോ രണ്ടുപേരും അറ്റാക്ക് ചെയ്ത് ബലൂചിസ്ഥാനിൽ തന്നെയാണ്. സോ എവിടെയാണ് ബലൂചിസ്ഥാൻ? ബലൂചിസ്ഥാൻ എന്ന് പറയുന്നത് ഈ ഒരു ചെറിയ ഏരിയ ആണ്. ഇറാൻ, പാകിസ്ഥാൻ ആൻഡ് ഈവൻ അഫ്ഗാന്റെ കുറച്ച് ഭാഗങ്ങളിലോട്ടും ചേർന്ന് കിടക്കുന്ന ഏരിയയാണ് ബലൂചിസ്ഥാൻ. സോ ബലൂച്ച് ടൈപ്സ് അല്ലെങ്കിൽ അവർ താമസിക്കുന്ന ഒരു സ്ഥലത്തിനെ വേറൊരു രാജ്യമാക്കണം, അല്ലെങ്കിൽ അവർക്ക് ഈ രാജ്യങ്ങളിൽ നിന്നെല്ലാം ഇൻഡിപെൻഡൻസ് വേണം എന്നുള്ള അതിലൊരു വിഭാഗത്തിന്റെ കുറെ കാലമായിട്ടുള്ള ആവശ്യമാണ്. ആൻഡ് അത് ഈ രാജ്യങ്ങൾക്കെല്ലാം സ്വാഭാവികമായിട്ട് എന്താണ് ഇതിലാണ് നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെ ഒരു വിഭാഗം ആൾക്കാർ വേറെ രാജ്യം വേണമെന്ന് പറയുമ്പോൾ അതിനെ തീർച്ചയായും നമ്മൾ എന്തായിട്ട് കാണും? ഒരു സെപ്പറേറ്റിസ്റ്റ് മൂവ് ആയിട്ട് കാണും. ഇപ്പൊ ഖാലിസ്ഥാൻ മൂവ് ആയാലും, ഗ്രേറ്റർ ദ്രാവിഡ നാട് വേണമെന്നുള്ള ആവശ്യമായാലും, അല്ലെങ്കിൽ ബോഡോ ലാൻഡ് വേണം എന്നുള്ള ആവശ്യത്തിനെല്ലാം ഇന്ത്യ എങ്ങനെ എതിർക്കുന്നു അതുപോലെ തന്നെ, പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടെ വലിയ രീതിയിൽ ആംസ് ഉപയോഗിച്ചുകൊണ്ട് ആരെ എതിർക്കുന്നു? പാകിസ്ഥാൻ, ഇറാനെ പോലെയുള്ള രാജ്യങ്ങൾ എതിർക്കുന്നു. ആൻഡ് വാട്ട് അബൌട്ട് ബലൂച്ച്? അവരുടെ ആവശ്യം എന്താണ്? അവരെന്തിനീ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു? ബലൂചിസ്ഥാൻ എന്നുള്ളത് ഈ ഒരു കടന്ന് ഇപ്പൊ നിങ്ങൾക്ക് മാപ്പിൽ ഒരു ഏകദേശം നിങ്ങളുടെ മനസ്സിൽ വന്ന് കാണും ആ ഏരിയ എവിടെയാണ്. ഈ ഒരു ഏരിയ ഈ രണ്ട് രാജ്യത്തിന്റെയും ഏറ്റവും ഇംപർവിഷ്യഡായ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഡെവലപ്മെന്റ് ഇല്ലാത്ത, അല്ലെങ്കിൽ സ്കൂളുകളുടെയൊക്കെ കുറവുകളുള്ള, ഹെൽത്ത് ഫെസിലിറ്റീസിന്റെ കുറവുള്ള അങ്ങനത്തെ ഒരു ഏരിയ ആണ് ഈ ബലൂച്ച് വസിക്കുന്ന ഈ ഒരു ഏരിയ. സോ ബലൂച്ച് ഓൾമോസ്റ്റ് 10 മില്യൺ വലിയൊരു വിഭാഗം തന്നെയാണ്. ആൻഡ് ഇവര് വലിയൊരു വിഭാഗവും ഓൾമോസ്റ്റ് മോർ ദാൻ 50% ഓഫ് ആൾക്കാരും താമസിക്കുന്നത് പാകിസ്ഥാനിൽ തന്നെയാണ്. പാകിസ്ഥാന്റെ സിന്ധ് പ്രൊവിൻസിയോട് ചേർന്നാണ് താമസിക്കുന്നത്. ആൻഡ് വേറൊരു വിഭാഗം എവിടെ താമസിക്കുന്നു? ഇറാനിൽ. ആൻഡ് കുറച്ച് ആൾക്കാർ അഫ്ഗാനിസ്ഥാനിൽ താമസിക്കുന്നു. ആൻഡ് ഇവർ ബേസിക്കലി ഒരു സുന്നി വിഭാഗത്തിൽപ്പെട്ട മുസ്ലിംസ് ആണ്. അതുകൊണ്ട് തന്നെ ഇറാനിൽ ഇവർ അനുഭവിക്കുന്ന പ്രശ്നം കുറച്ചുകൂടെ സീരിയസ് ആണ്. കാരണം ഇറാൻ ഒരു ഷിയ ഗവൺമെന്റ് ഭരിക്കുന്ന അല്ലെങ്കിൽ ഷിയ മെജോറിറ്റി കൺട്രിയാണ്. സോ അതുകൊണ്ട് തന്നെ ഷിയ ലോകത്തിന്റെ ഹെഡായിട്ട് മുസ്ലിം ലോകത്തിന് തന്നെ ഹെഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു സുന്നി മൈനോറിറ്റി ആൾക്കാർ അവരെ രാജ്യത്തിന്റെ തന്നെ ഒരു സൗത്ത് ഈസ്റ്റേൺ പ്രൊവിൻസിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന അവരെന്ത് ചെയ്യില്ല, അംഗീകരിക്കില്ല. പക്ഷെ അങ്ങനെ വെച്ചാൽ പാകിസ്ഥാൻ
പാകിസ്ഥാൻ നോക്കുന്ന സമയത്ത് ഇവർ സെപ്പറേറ്റിസ്റ്റ് ഗ്രൂപ്പാണ്, ഇവർക്ക് സ്വന്തമായിട്ട് രാജ്യം വേണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ പാകിസ്ഥാനെ സംബന്ധിച്ചോളം ഇവരെന്താണ്, ഇവർ എൻ്റർടൈൻ ചെയ്യാൻ താല്പര്യപ്പെടാത്ത ഒരാൾക്കാരാണ്, അല്ലെങ്കിൽ ഒരു വിഭാഗമാണ്. സോ ഈ രണ്ട് രാജ്യങ്ങളിലും ഇവർക്ക് എന്തുണ്ട്, വലിയ രീതിയിൽ ഡിസ്ക്രിമിനേഷൻ നേരിടുന്നുണ്ട്. ആൻഡ് പിന്നെ എന്തുകൊണ്ട് ഇവർ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ ബോർഡർ ക്ലോസ് ചെയ്യുന്നില്ല? ചില സമയത്ത് ഇറാൻ ഈ ബോർഡർ സ്ട്രിക്റ്റ് ആയിട്ട് ക്ലോസ് ചെയ്യലുണ്ട് ആൻഡ് വീണ്ടും തുറക്കലുണ്ട്. അതിന് വേറെയും ചില വശങ്ങളുണ്ട്. ഇപ്പോൾ ലൈക്ക് ഒരു വശം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും അമേരിക്ക ഇറാന്റെ മേലേക്ക് സാങ്ഷൻസ് കൊണ്ടുവരുന്ന സമയത്ത് ഈ എന്താ പറയുക ബലൂച്ച് ഏരിയ, അവിടുത്തെ കുറേ ആൾക്കാരുടെ വരുമാന മാർഗം തന്നെ ഇറാനിൽ നിന്നെല്ലാം ഓയിൽ കള്ളക്കടത്ത് നടത്തുക എന്നുള്ളതാണ്. ആൻഡ് അത് ഇറാന്റെ എക്കണോമിയിലോട്ട് വലിയ രീതിയിലോട്ട് എന്താ പറയുക ബെനിഫിഷ്യലുമാണ്. അതുകൊണ്ട് ഇറാൻ അത് പൂർണ്ണമായിട്ട് ടാക്കിൾ ചെയ്യണം അല്ലെങ്കിൽ നിർത്തലാക്കണം എന്ന് ഇറാൻ ആഗ്രഹമില്ല. സ്റ്റിൽ ആ ബലൂച്ച് ഏരിയ അല്ലെങ്കിൽ സിസ്താൻ ബലൂചിസ്ഥാൻ എന്ന് പറയുന്ന ഇറാന്റെ ഈ ഒരു ഭാഗം, സോ ഈ രണ്ട് ഭാഗത്തുനിന്നും അവർക്ക് എന്തുണ്ട്, അവർക്ക് തുടർച്ചയായ ഡിസ്ക്രിമിനേഷൻസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, ഈ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഇഷ്യൂവിൽ നിന്ന് പുറത്തു വരിക എന്നുള്ളത് തൽക്കാലം കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത്തരം പ്രശ്നങ്ങൾ നടക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്തരം എന്താ പറയുക വലിയ രീതിയിലുള്ള പോവർട്ടി വരുന്ന സമയത്ത്, ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത സമയത്ത്, ഒരു സ്വന്തം രാജ്യത്തിൽ തന്നെ വേറൊരു കൂട്ടം ആൾക്കാരെ കാണുന്ന ഒരു ഏലിയനേഷൻ സംഭവിക്കുന്ന സമയത്ത് ഏത് ഭാഗത്തും ലോകത്തുണ്ടാകുന്ന ഒരു ഫിനോമിനാണ് എക്സ്ട്രീമിസം എന്നുള്ളത്. അത് ഇവിടെയും നടക്കുന്നുണ്ട്. രണ്ട് ഭാഗത്തും എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻസ് ഉണ്ട്. ആൻഡ് ഇവർ ഈ എക്സ്ട്രീമിസ്റ്റ് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ രണ്ട് ഭരണകൂടങ്ങൾക്കും ഇവരെ ക്രാക്ക് ഡൗൺ ചെയ്യാൻ എളുപ്പമാണ്. കാരണം നിങ്ങൾ നോൺ വയലൻസ് അല്ല ഉപയോഗിക്കുന്നത്, വയലൻസ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ജയിക്കാനുള്ള അവസരങ്ങൾ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും. ആൻഡ് അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ആൻഡ് ഹിജാബ് പ്രൊട്ടസ്റ്റ് ഒക്കെ ഇറാനിൽ നടക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ക്രാക്ക് ഡൗൺ ചെയ്യപ്പെട്ട വിഭാഗങ്ങളിലൊന്ന് സിസ്താൻ ബലൂചിസ്ഥാൻ മേഖലയാണ്, ഇറാനിലെ ഈ ബലൂച്ച് പീപ്പിൾ താമസിക്കുന്ന. ആൻഡ് എഗെയിൻ ഇപ്പുറത്ത് പാകിസ്ഥാനിലായാലും ബലൂച്ച്, ഇപ്പോൾ കഴിഞ്ഞ കൊല്ലങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടു കാണും, ബലൂചിസ്ഥാൻ വേണമെന്നുള്ള വലിയ രീതി പ്രൊട്ടസ്റ്റുകളും അതിൽ ഇന്ത്യയുടെ റോൾ ഉണ്ടെന്ന് ചില പാകിസ്ഥാൻ ഏജൻസികളെല്ലാം ആരോപിക്കുന്നൊക്കെ. അപ്പോൾ അത്തരം കാര്യങ്ങൾ വരുമ്പോൾ വലിയ രീതിയിൽ ക്രാക്ക് ഡൗൺ ചെയ്യപ്പെടുന്ന ബലൂചിസ്ഥാനിലെ ഇതേ ജനങ്ങളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ആര്, ബലൂച്ച് പീപ്പിൾ എന്നുള്ളത്. ആൻഡ് അവിടെയാണ് ഈ പ്രശ്നങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വീണ്ടും ഡീസ്കലേറ്റ് ചെയ്യുന്നുണ്ട്, കാരണം ബാക്കി രാജ്യങ്ങൾ സ്റ്റെപ്പ് ഇൻ ചെയ്തു. ബാക്കി രാജ്യങ്ങൾ ഇതിലുള്ള റോൾ എന്താണെന്നുള്ള ഞാൻ ലാസ്റ്റ് പറയാം, അത് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. കോർ ആയിട്ടുള്ള ചില ഇഷ്യൂസ് നിങ്ങൾ അറിയേണ്ട കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടെ ഒരു സെപ്പറേറ്റ് ഇൻസർജൻസി വരുന്നത്. അതിൻ്റെ കാരണം നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്താണ്, ഇത്തരം ഒരു മേഖലയിൽപ്പെട്ട അല്ലെങ്കിൽ സ്വന്തമായ ഒരു ഐഡന്റിറ്റി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആ ഒരു നാഷണലിസ്റ്റ് മൂവ്മെന്റ് സ്വന്തം സ്ഥലത്തുള്ളത് കൊണ്ട് തന്നെ ആ രാജ്യത്തെ അല്ലെങ്കിൽ ആ പ്രദേശത്തെ ആൾക്കാർക്ക് എന്ത് വേണമെന്ന് ആഗ്രഹമുണ്ട്, സ്വന്തമായിട്ടൊരു രാജ്യം വേണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഇൻസർജൻസിയും ആ സെപ്പറേറ്റ് മൂവ്മെന്റും പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ സ്റ്റെബിലിറ്റിയെ തന്നെ ഇമ്പാക്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഫോഴ്സസ് എന്ത് ചെയ്യുന്നു, ഈ മേഖലയിലുള്ള ആൾക്കാരെ വലിയ രീതിയിൽ ക്രാക്ക് ഡൗൺ ചെയ്യാൻ നിൽക്കുന്നു. ഇത് തന്നെയാണ് പല സ്ഥലത്തും ഉണ്ടായത്. മ്യാൻമറിൽ റോഹിംഗ്യാസിന് സംഭവിച്ചതായാലും അല്ലെങ്കിൽ ഉയ്ഗുർ മുസ്ലിംസിന് സംഭവിച്ചായാലും ഒക്കെ ആ ഭരണകൂടത്തിനെതിരായുള്ള എന്തെങ്കിലും മൂവ് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, അവരെ ഓപ്പോസ് ചെയ്യുന്ന ജനങ്ങളും അല്ലെങ്കിൽ അവരെ ഓപ്പോസ് ചെയ്യുന്ന ആർമിയും പോലീസും ഫോഴ്സും എല്ലാം ഒരുമിച്ച് വന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു, ആ ജനങ്ങളെ തന്നെ അടിച്ചമർത്തുന്നു. ആൻഡ് അവിടെയാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടതും. കാരണം ഇവിടെ യുദ്ധം എന്നതിലുപരി ഈ നമ്മൾ കാണാതെ പോകുന്ന ഒരു വിഭാഗം ഈ ബലൂച്ച് പീപ്പിളാണ്. അവർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇങ്ങനെ കാണാതെ നമ്മൾ മാറിയിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെയൊക്കെ ഭാഗമായുള്ള ജയവും തോൽവിയും മാത്രം നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, യമനിലെ ഹൂത്തീസിനെ കുറിച്ച് മാത്രമേ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരൂ, യമനിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കുറിച്ച് ഓർമ്മ വരില്ല. ഞാൻ ഒരു എക്സാമ്പിൾ എടുത്ത് പറഞ്ഞാണ്, സെയിം അപ്ലൈസ് ടു ഹിയർ ഓൾസോ. ആൻഡ് വേറൊന്ന് സ്മഗ്ലിംഗ് ആണ്. ഞാൻ ഓൾറെഡി പറഞ്ഞു അല്ലേ, സ്മഗ്ലിംഗ് കൊണ്ട് മാത്രം ഇറാന്റെ എക്കണോമിയിട്ട് വലിയ രീതിയിലുള്ള ഇൻപുട്ട് കൊടുക്കുന്ന ഒരു സ്ഥലമാണ് ഇത് ഈ ബലൂച്ച് ഏരിയ എന്നുള്ളത്. കാരണം അവർക്ക് അമേരിക്കയുടെ സാങ്ഷൻ നിന്നെല്ലാം രക്ഷപ്പെടാം. അവിടെയൊക്കെ നിങ്ങൾ അവിടുത്തെ ഫോട്ടോസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ രീതിയിൽ സ്മഗിൾ ചെയ്ത് പോകുന്ന വണ്ടികളാണ് കാണാൻ പറ്റുക. സോ അതുകൊണ്ട് തന്നെ സ്മഗ്ലിംഗ് വലിയ രീതിയിലുണ്ട്. രണ്ട് രാജ്യങ്ങളും അതിനെ വലിയ രീതിയിൽ തടയുന്നില്ല, കാരണം രണ്ട് രാജ്യത്തിനും അത് ബെനിഫിഷ്യലാണ്. ഇറാന് അമേരിക്കയുടെ സാങ്ഷൻ നിന്ന് രക്ഷപ്പെടാം, പാകിസ്ഥാനെ പോലുള്ള രാജ്യങ്ങൾക്ക് ചീപ്പ് പ്രൈസിൽ എന്ത് കിട്ടും, ഓയിൽ കിട്ടും. ആൻഡ് വേറൊന്ന് ടെററിസം ആണ്. ഇത്തരം പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളിലെല്ലാം വരുന്ന ഒരു പ്രശ്നമാണ് എന്ത്, ടെററിസം എന്നുള്ളത്. ആ ടെററിസം എന്നതിൻ്റെ കൂട്ടത്തിൽ വേറൊന്ന് നിങ്ങൾ അറിയേണ്ടത്, ഇറാൻ എന്തുകൊണ്ട് ഇപ്പോൾ ഇത്തരം അറ്റാക്കുകൾ നടത്തുന്നു. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ വാർത്തകൾ എന്തുകൊണ്ട് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ അതെങ്ങനെ നിങ്ങളുടെ പരീക്ഷ പേപ്പറിലോട്ട് കടന്നു വരുന്നു എന്നുള്ളത് ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ടല്ലേ. കറണ്ട് അഫെയർ എങ്ങനെ സബ്ജക്ട് ഓറിയന്റഡ് വരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളും ലൈക്ക് ഇപ്പോൾ UK വലിയ രീതിയിൽ റെജീം ചേഞ്ച് ചെയ്ത സമയത്ത് ഉടനെ
അടുത്ത PSC പരീക്ഷയ്ക്ക് ആ ചോദ്യം വന്നു. അപ്പോൾ വരുന്ന KS പരീക്ഷയുടെ ഇന്റർനാഷണൽ റിലേഷൻസിലും അല്ലെങ്കിൽ PSCയിൽ വരുന്ന ഡയറക്റ്റ് ചോദ്യങ്ങളായിട്ടെല്ലാം ഈ പറയുന്ന കാര്യങ്ങൾ കൺവേർട്ട് ചെയ്യപ്പെടാം. അപ്പോൾ കുറച്ച് ശ്രദ്ധിച്ച് തന്നെ നിങ്ങൾ ഇത്തരം കറണ്ട് അഫയേഴ്സ് ഫോളോ ചെയ്യണം. വേറൊന്ന്, ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഇറാൻ എന്തിനിങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു? സോ ഇറാൻ ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇറാൻ അതിന്റെ മസിൽസ് ഫ്ലെക്സ് ചെയ്യാണ്. ഇറാൻ പാകിസ്ഥാൻ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് ഇറാൻ സിറിയയിൽ അറ്റാക്ക് ചെയ്തു. ഖാസിം സുലൈമാനിയുടെ ആദരവിൽ അല്ലെങ്കിൽ അവരെ വലിയ ജനറലായിരുന്ന അമേരിക്ക ഡ്രോൺ ആക്രമണത്തിൽ വധിച്ച സുലൈമാനി, സോ അദ്ദേഹമാണ് അല്ലെങ്കിൽ അങ്ങേരാണ് ഈ കാണുന്ന ഇറാന്റെ പ്രോക്സി ലോകം തന്നെ ബിൽഡ് ചെയ്തെടുത്ത് ഈ കാണുന്ന രീതിക്ക്. അതിനെക്കുറിച്ച് നമുക്ക് വേറെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ആദരവായിട്ട് ഇറാൻ നടത്തിയ ഒരു ചടങ്ങിൽ ബോംബാക്രമണം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് സിറിയ ഇറാൻ അറ്റാക്ക് ചെയ്യുന്നു, ഇറാഖ് അറ്റാക്ക് ചെയ്യുന്നു. അല്ലെങ്കിൽ ഇറാന്റെ പ്രോക്സി വാസിൽ എൻഗേജ് ചെയ്തിരിക്കുന്ന വിഭാഗങ്ങളെല്ലാം ഇപ്പൊ ആക്റ്റീവാ. കുറച്ച് മാസങ്ങളായിട്ട് ഹൂത്തീസ് ഈ വരുന്ന ചെങ്കടലിനെ തന്നെ പ്രതിരോധത്തിലാക്കുന്നു. ആൻഡ് അമേരിക്കനെയും UK യുദ്ധത്തിലോട്ട് ഇട്ടു. റൈറ്റ്. അല്ലെങ്കിൽ ഇപ്പുറത്ത് ഹമാസ് ഇസ്രായേലായിട്ട് വലിയ രീതിയിലുള്ള എൻഗേജ്മെന്റ് നടത്തുന്നു. അപ്പോൾ ലെബനനിലും സിറിയയിലും ഹെസ്ബുള്ള അറ്റാക്ക് ചെയ്യുന്നു. അപ്പോൾ വലിയ രീതിയിൽ ഇറാനും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളും ഇന്ന് ആക്റ്റീവ് ആയതിന്റെ കാരണം എന്താണ്? ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. വേറെ തന്നെ ഒരു വീഡിയോ ആണ്, നമുക്ക് പറ്റുമെങ്കിൽ വേറെ ദിവസം ഡിസ്കസ് ചെയ്യാം. അല്ല, ചെറിയ കാര്യങ്ങൾ നമ്മളിപ്പോൾ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഒന്ന് സൗദി ആയിട്ട് വീണ്ടും അമേരിക്ക അടുക്കുന്നതിന് ഇറാൻ പേടിക്കുന്നു. ആൻഡ് വേറൊന്ന്, മുസ്ലിം ലോകത്തിന്റെ ശക്തി ഈ പറയുന്ന ഇറാനാണോ സൗദി ആണോ എന്നുള്ള സുന്നി ഷിയ ആ ഒരു ബാറ്റിൽ അത് വീണ്ടും ആക്റ്റീവ് ആയിരിക്കുന്നു. ഇടക്കാലത്ത് വെച്ച് ചൈനയൊന്ന് ഇടപെട്ട് ഇവർ ഒരുമിപ്പിക്കാൻ നോക്കിയതാ. പക്ഷെ വീണ്ടും എന്ത് ചെയ്യുന്നു? വീണ്ടും അത് യുദ്ധമുഖത്തോട്ട് വരുന്നു. ആൻഡ് വെൻ അമേരിക്ക പോലെയുള്ള രാജ്യങ്ങൾ സൗദി പോലെയുള്ള രാജ്യങ്ങളോട് അടുക്കുന്ന സമയത്ത് ഇറാൻ എന്ത് ചെയ്യുന്നു? ഇറാന്റെ പ്രോക്സികളെ ഉപയോഗിച്ചുകൊണ്ട് ആ ഒരു ബാലൻസ് തകർക്കുന്നു. ഇതൊക്കെ നടക്കുന്നതിൽ ഓഫ് കോഴ്സ് വെസ്റ്റേൺ ലോകത്തിന് വലിയ പങ്കുണ്ട്, ഇസ്രായേൽ യുദ്ധത്തിന് പങ്കുണ്ട്. ആൻഡ് ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നിങ്ങൾ അടുത്തറിയേണ്ട കാര്യം സ്വാഭാവികമായിട്ടും ഇതിനോടുള്ള ലോകത്തിന്റെ പ്രതികരണം എങ്ങനെയാണ്? ലോകത്തിന്റെ പ്രതികരണം എന്താണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് ഒരു KS മെയിൻസ് ആൻസർ നിങ്ങൾ എഴുതുന്ന സമയത്ത്, UPSCന്റെ മെയിൻസ് ആൻസർ നിങ്ങൾ എഴുതുന്ന സമയത്ത്, അല്ലെങ്കിൽ PSCയിലെ ചില സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അനലിറ്റിക്കലി ഡീൽ ചെയ്യുന്ന സമയത്ത് എല്ലാം നിങ്ങൾക്ക് വേണ്ട ഒരു നോളേജ് ആണ്. ഇതിനോട് ലോകം എങ്ങനെ പ്രതികരിക്കുന്നു, അല്ലെങ്കിൽ ഇന്നത്തെ ഇന്റർനാഷണൽ റിലേഷൻസിൽ ലോകം എങ്ങനെയാണ് ഇത്തരം വിഷയങ്ങളെ നോക്കിക്കാണുന്നത്? നമുക്ക് ചില ശക്തികളുടെ മാത്രം അഭിപ്രായങ്ങൾ എടുത്ത് കാണാം. ഇപ്പോൾ ബീജിങ് കുറച്ചു കാലമായിട്ട് ബീജിങ്ങിന്റെ സ്വന്തം ആൾക്കാരെ കൊണ്ട് നടക്കുന്നതാണ് പാകിസ്ഥാനെയും ഇറാനെയും അല്ലെങ്കിൽ ടർക്കിയോടൊക്കെ അടുക്കാൻ ശ്രമിക്കുന്നതൊക്കെ. അപ്പൊ ഈ രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഓഫ് കോഴ്സ് ആദ്യം പേടിപ്പിച്ചത് അല്ലെങ്കിൽ ആദ്യം മംഗലാപ്പിലാക്കിയത് ചൈനയെ തന്നെയാണ്. സോ ചൈന ഒരുപാട് കാരണങ്ങൾ, ഇപ്പോൾ നമ്മൾ ബലൂചിസ്ഥാന്റെ കാര്യം പറയുന്ന സമയത്ത് അവിടുത്തെ സെപ്പറേറ്റിസ്റ്റ് ഗ്രൂപ്പുകൾ ആദ്യം അറ്റാക്ക് ചെയ്ത പാകിസ്ഥാന്റെ ഇൻഫ്രാ പ്രൊജക്റ്റുകളിലൊന്ന് CPEC, ചൈന പാകിസ്ഥാൻ എക്കണോമിക് കോറിഡോർ. അപ്പൊ അതിലോട്ടുള്ള അറ്റാക്ക് എല്ലാം ചൈനയുടെ $multi-billion എക്കണോമിനെ ഓഫ് കോഴ്സ് പേടിപ്പിക്കും. അതുകൊണ്ട് തന്നെ ചൈന എന്ത് പറഞ്ഞു? ചൈന മീഡിയേറ്റ് ചെയ്യാൻ തയ്യാറാണ്, എത്രയും പെട്ടെന്ന് പ്രശ്നം ഡീഎസ്കലേറ്റ് ചെയ്യണമെന്ന അഭിപ്രായത്തിലാണ്. ആൻഡ് അടുത്ത ആൾ ഓഫ് കോഴ്സ് അമേരിക്ക ആദ്യം തന്നെ ഇറാൻ അറ്റാക്ക് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇറാൻ എന്ത് ചെയ്തു? ഇറാനെ വേഗം കയറി ക്രിട്ടിസൈസ് ചെയ്തു. കാരണം ഓഫ് കോഴ്സ് കുറച്ച് കാലങ്ങളായിട്ട് അമേരിക്കയുടെ സ്ട്രിക്റ്റ് ആയിട്ട് ഓപ്പോസിറ്റ് സൈഡ് നിൽക്കുന്ന രാജ്യമാണ് ഇറാൻ. ആൻഡ് അമേരിക്കയുടെ അലൈൻസിന് എല്ലാം എതിരായിട്ട് പോരാടുന്നുണ്ട് ഇറാൻ. അതുകൊണ്ട് തന്നെ അമേരിക്ക ക്രിട്ടിസൈസ് ചെയ്തു. അതുകൊണ്ട് തന്നെ അമേരിക്ക പറഞ്ഞു ഇറാൻ സോവറിൻ ബോർഡേഴ്സ് ലംഘിക്കുന്നത് ഞങ്ങൾ കാണുന്നുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇറാന്റെ പ്രോക്സി വാർ നിർത്തണം എന്ന അഭിപ്രായമാണ് ആര് പറഞ്ഞത്? US പറഞ്ഞ്, വാഷിങ്ടൺ പറഞ്ഞ്. ആൻഡ് ഇതിന്റെ കൂട്ടത്തിൽ റഷ്യ ഇതിന്റെ ഒരു നടുക്ക് നിൽക്കുന്ന ആളാപ്പോ. കാരണം റഷ്യ ഓൾറെഡി ഒരു വാറിൽ എൻഗേജ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ റഷ്യക്ക് നേരിട്ടുള്ള ഒരു എൻഗേജ്മെന്റ് ഇപ്പൊ താല്പര്യമില്ല. പക്ഷേ US-ന്റെ എതിർപ്പ് എന്ന രീതിയിൽ ചൈനയുടെ ഒരു ഒപ്പം നിന്നുകൊണ്ട് റഷ്യ പലപ്പോഴും ഇപ്പൊ സ്റ്റേറ്റ്മെന്റുകൾ ഇറക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അതുകൊണ്ട് തന്നെ റഷ്യ പറഞ്ഞ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം? ഡീഎസ്കലേറ്റ് ചെയ്യണം. ഓഫ് കോഴ്സ് റഷ്യയുടെ വേറൊന്ന്, ഇതെല്ലാം ഫ്രണ്ട്ലി SCO കൺട്രീസ് ആണ്, അല്ലെങ്കിൽ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലുള്ള കൺട്രീസ് ആണ് ഇറാനും പാകിസ്ഥാനും പോലെയുള്ള രാജ്യങ്ങൾ. അപ്പൊ അത്തരം രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം റഷ്യയും ചൈനയെല്ലാം ആഗ്രഹിക്കുന്ന ഈ ഒരു ഈസ്റ്റേൺ വേൾഡ് ലോകത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ പോകുന്നു എന്ന സ്വപ്നത്തിനെതിരാണ്. അതുകൊണ്ട് റഷ്യക്ക് എന്ത് തന്നെ ആഗ്രഹം? ഇത് പെട്ടെന്ന് ഡീസ്കലേറ്റ് ആവണം. ആൻഡ് നമ്മൾ എവിടെ നിൽക്കുന്നു? ആൻഡ് നമ്മൾ ഓഫ് കോഴ്സ് എപ്പോഴും എടുക്കുന്ന പോലെ ഒരു ന്യൂട്രൽ സ്റ്റാൻഡ് ആണ്. യുദ്ധം നിർത്തണം. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരു ക്ലോസ് അലയാണ്. എന്നും ഏത് രീതിയിലും അമേരിക്കയ്ക്ക് എതിർക്കുന്ന സമയത്തും ഇന്ത്യയുടെ കൂട്ടത്തിൽ മിക്കവാറും എല്ലാ സമയത്തും നിന്നിരിക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. അതുകൊണ്ട് തന്നെ ഇന്ത്യ എത്രയും പെട്ടെന്ന് ആ ഒരു പ്രശ്നം ഡീഎസ്കലേറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ
കൂട്ടത്തിൽ തന്നെ ഇന്ത്യ പറഞ്ഞിട്ടുണ്ട് എന്ത്, അവരുടെ ബോർഡേഴ്സ് ഡിഫെൻഡ് ചെയ്യുന്നത് ഓരോ രാജ്യത്തിൻ്റെയും കൂടെ ഉത്തരവാദിത്തമാണ്. ആ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഇത്തിരി സൂക്ഷിച്ച് കേൾക്കണം. കാരണം ഇന്ത്യക്ക് ഇതേ പ്രശ്നം പാകിസ്ഥാന്റെ ബോർഡറിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പൊ ഇന്ത്യക്ക് എന്ത് തന്നെ പറയാൻ പറ്റും, ബോർഡർ ഡിഫെൻഡ് ചെയ്യുന്നത് ഒരു രാജ്യത്തിന്റെ എന്താ പറയാ അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് തന്നെയാണ് ഇറാനും ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഒരു പ്രശ്നം എന്ത് ചെയ്യണം, ഈ ഒരു പ്രശ്നം ഡീഎസ്കലേറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. ഈ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളൊരു വിഷയത്തെക്കുറിച്ച് പ്രാഥമികമായിട്ട് അറിയേണ്ട കാര്യം. ഞാൻ ചില കാര്യങ്ങളെല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട്, അതിനെക്കുറിച്ചുള്ള വേറെ വീഡിയോസ് നമുക്ക് ചെയ്യാം. പക്ഷേ ഈ ഒരു വിഷയത്തെ പ്രാഥമികമായിട്ട് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ അറിയണം. ആൻഡ് ഇതിന് നിങ്ങളെ മനസ്സിൽ വന്നിട്ട് നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ സ്റ്റാൻഡ് എടുത്ത് നമ്മൾ ശരിയാണോ അല്ലെങ്കിൽ എവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത്. ഇത്തരം നിങ്ങളുടേതായ ഒരു അഭിപ്രായ രൂപീകരണം നിങ്ങൾ നടത്തണം. അതായിരിക്കണം നിങ്ങളുടെ മെയിൻസ് ആൻസർ റൈറ്റിംഗിൽ നിങ്ങൾ എഴുതേണ്ട കാര്യം. കേസ് വരുന്ന സമയത്ത് ഡിഗ്രി പ്രിലിംസ് മെയിൻസ് പോലെയുള്ള പരീക്ഷകളിൽ ഇതിന്റെ ലോജിക്കലായുള്ള നിങ്ങളുടെ അഭിപ്രായമായിരിക്കും ചിലപ്പോൾ PSC ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരിക. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ എഴുതണം. സിമ്പിളാണ്. ഇറാൻ ഈ പറയുന്ന ഏതൊക്കെ സ്ഥലങ്ങളായിട്ടാണ് ബോർഡർ ചെയ്യുന്നത്? അപ്പോൾ നിങ്ങൾക്ക് ജോഗ്രഫിയിലെല്ലാം മാപ്പിംഗ് എന്നൊരു ഏരിയ സിലബസ് തന്നെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പോൾ മാപ്പിംഗ് എന്ന ഏരിയയിലെ ചോദ്യം എവിടെ നിന്നായിരിക്കും ചിലപ്പോൾ വരിക, ഇത്തരം ഇന്റർനാഷണൽ ഇഷ്യൂസിൽ നിന്നായിരിക്കും വരിക. അപ്പോൾ ആ ഒരു ചോദ്യത്തിന്റെ ആൻസർ നിങ്ങൾ ഇത് വായിച്ച് ഈ കഥകളെല്ലാം കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേ ബി ലോജിക്കലി തന്നെ ആൻസറിലോട്ട് എത്താൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ മാപ്പ് എടുത്ത് നോക്കി ഇതിന്റെ ആൻസർ എല്ലാവരും കമന്റ് ചെയ്യണം, ആരും കമന്റ് ചെയ്യാതിരിക്കരുത്. ആൻഡ് ഇത്തരം വിഷയങ്ങളല്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് ന്യൂസിൽ വരുന്ന പ്രധാനപ്പെട്ട വേറെ ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോന്റെ അടിയിൽ കമന്റ് ആയിട്ട് പറയാം. നമ്മളൊരു ഫ്രീ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നമ്മൾ ഇപ്പോഴത്തെ ഈ വീഡിയോ റിലീസാകുന്ന സമയത്തേക്ക് PSCയുടെ ഏപ്രിലിലെയും മെയ്യിലൊക്കെ കലണ്ടർ റിലീസ് ചെയ്തിരിക്കുകയാണ്. എന്നാണ് LSCS പ്രിലിംസ് എന്ന് നിങ്ങൾക്ക് പറയാം. അപ്പോൾ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. 13 ആകുമ്പോഴേക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. കേസ് മെൻറ്റർ ഓൾറെഡി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മുടെ കൂട്ടത്തിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ജേണി പങ്കാളികളാവാം. വെയിറ്റ് ചെയ്യരുത്, നമ്മുടെ കയ്യിൽ സമയമില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.